സിമ്പിളാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണ ആലപ്പുഴ സ്റ്റൈൽ ബീഫ് ഉലർത്തിയത് ആണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീഫ്, പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ കൊത്ത്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, തക്കാളി, കറിവേപ്പില, മഞ്ഞപ്പൊടി, പിന്നെ എടുത്തിരിക്കുന്ന കുരുമുളക്, ഉപ്പ്, കായപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഗരം മസാല. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഈ കുക്കിങ്ങിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ വേണം. അപ്പോൾ ഇനി നമുക്ക് ബീഫിൽ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മഞ്ഞപ്പൊടി. ഓക്കെ, നമുക്ക് കുരുമുളക് പൊടി 1 2. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ 2 ടേബിൾ സ്പൂൺ ഇടാം. ഓക്കെ, ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്തതായി ഇനി ഞാൻ 2 തണ്ട് കറിവേപ്പിലയാണ് ഇടുന്നത്. ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഈ 1 കപ്പിൻ്റെ ഹാഫ് കുറച്ചെടുത്ത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അതായത് ഞാൻ കൈ കഴുകിയിട്ടാണ് ഇത് മിക്സ് ചെയ്യണേ. നല്ലോണം ഇളക്കി കൊടുക്കാം. ഉള്ളി കിടക്കുന്ന എല്ലാ പീസും ഒക്കെ അടിയിലോട്ട് അപ്പോൾ നമുക്കിനി കുക്കർ അടച്ച് വേവിക്കാം. അപ്പോൾ ഇതിനകത്ത് ഗ്യാസ് ഓപ്പൺ ചെയ്യാം. കത്തിച്ചു. ഇനി നമുക്കിത് കുക്കർ. ഓക്കെ, ഇനി നമുക്ക് 5 വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബീഫ് എടുത്ത് മാറ്റാം, അടുപ്പിൽ മാറ്റാം. തുറന്നു. അപ്പോൾ നമുക്ക് അടുപ്പെടുത്ത് മാറ്റാം. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫോട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരട്ടാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് പാത്രം എടുത്ത് തട്ടി. ഇനി നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ കുറച്ചൊഴിക്കണം. കുറച്ചും കൂടെ ഒഴിക്കാം. ഓക്കെ, മതി.
അതായത് നമുക്ക് ഇതിലോട്ട് തേങ്ങ കുത്തിട്ട് കൊടുക്കാം. ഉള്ളിടാം. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആവട്ടെ. ഇട്ടിട്ട് കുറച്ച് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞിട്ട് ഫുള്ളി വെളുത്തുള്ളി, ഇതിനൊക്കെ മുളക്. നമ്മൾ വെള്ളം ഇട്ടു. മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചച്ചവ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഫുള്ള് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് നല്ലോണം ആക്കി കൊടുക്കാം. അപ്പോൾ ഇട്ട വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി നല്ലോണം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഗരം മസാല 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ സ്പൂൺ ചെറുതായതുകൊണ്ടാണ് ഞങ്ങൾ 2 സ്പൂൺ ഇടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സ്പൂൺ വലുതാണെങ്കിൽ 1 സ്പൂൺ ഇട്ടാലും മതി. ഇപ്പോൾ 2 സ്പൂൺ ഇട്ടു. ഇനി നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 1 സ്പൂണാണ് ഇടുന്നത്. ഓക്കെ, ഇനി ഇതിലോട്ട് വേറെ ആഡ് ചെയ്യുന്നത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെന്ത ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഇതിൻ്റെ വെയിറ്റ് മാത്രം കുറവാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആ ചാറ് ഒഴിച്ചെടുക്കാം. ആ ബീഫ് എല്ലാം നമുക്ക് ഇതിലൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഇന്നാക്കി നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉയർത്തിയത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതെടുത്ത് പുറത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, നല്ല നമുക്കിതൊരു ബൗളിലോട്ട്, അപ്പം ഞാൻ ഇത് ഒരു ബൗളിലോട്ട് മാറ്റി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് കറിവേപ്പില എടുത്ത് അതിൻ്റെ ഇടാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.